തിന്നതെല്ലാം എല്ലിനിടയിൽ കുത്തിയപ്പോഴാണ് ഞാൻ ഈ കുന്തവും കൊണ്ട് കാനഡയിലെ തെരുവിലേക്ക് ഇറങ്ങിയത്. അത്ഭുതമെന്ന് പറയട്ടെ, ഇവിടുത്തെ വീടുകളുടെ മുൻവശത്തായി ഇത്തരത്തിൽ സാധനങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത് കാണാനാകും. വിദേശ രാജ്യങ്ങളായ കൂത്താട്ടുകുളം, നെടുമങ്ങാട്, ഉച്ചക്കട എന്നിവ സന്ദർശിച്ച എനിക്ക് ഇത്തരം കാഴ്ചകൾ എന്നിൽ കൗതുകമുളവാക്കി. വീട്ടിലെ ഉപയോഗിച്ച സാധനങ്ങൾ നശിപ്പിച്ചു കളയാതെ മറ്റാർക്കെങ്കിലും ഉപകാരമാകട്ടെ എന്ന് കരുതി ഇവിടുത്തുകാർ ചെയ്യുന്ന ഒരു സൽപ്രവൃത്തിയാണിത്. തീർത്തും സൗജന്യമായി ആർക്കും ഇവിടെ നിന്ന് ഇതെടുത്തു കൊണ്ടുപോകാവുന്നതാണ്. അപ്പാപ്പന്റെ സെറ്റ് പല്ല് പോലും OLX-ലിട്ട് വിറ്റിരുന്ന എനിക്ക് മറ്റുള്ളവരെ കൂടി സഹായിക്കാം എന്ന് തോന്നിച്ച ഇവരുടെ മനസ്സ് എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല. ഏതൊരു സാധനവും അങ്ങേയറ്റം ഉപയോഗിക്കുന്ന ഞാൻ ഇപ്പോൾ എന്ത് ദാനം ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. കണ്ടമാനം സാധനങ്ങൾ റോഡിൽ നിന്ന് തന്നെ പെറുക്കിയെടുക്കാനുണ്ടാകും. മനുഷ്യന് വൈകാരിക ബന്ധം ഏറ്റവും കൂടുതലുള്ളത് അവന്റെ കക്കൂസിനോട് തന്നെയാണ്. പല രൂപത്തിലും ഭാവത്തിലുമുള്ള ശൗചാലയങ്ങൾ വിട്ടുകൊടുക്കാൻ മനസ്സു കാണിച്ച ഇവിടുത്തുകാർ എന്റെ കണ്ണു നനയിപ്പിച്ചു. പിന്നൊന്നും നോക്കിയില്ല, കിട്ടിയതെല്ലാം വാരിക്കൂട്ടി കിട്ടിയ വണ്ടിക്ക് നേരെ വീട്ടിലേക്ക് വിട്ടു. എന്നെ കണ്ടപാടെ വിവരവും വെള്ളിയാഴ്ചയുമില്ലാത്ത എന്റെ ഭാര്യ കിൽഗിൽ ഭാഷയിൽ എന്റെ കുഞ്ഞമ്മയെ വരെ ചീത്ത വിളിച്ചു. എന്നിലെ നന്മമരം തളിരിട്ടു. എന്തെങ്കിലും ദാനം ചെയ്യണം. പുട്ടില്ലാത്ത ലോകം, അതായിരുന്നു എന്റെ സ്വപ്നം. അവനെ തന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായി. ഒരു പട്ടിക്കുഞ്ഞു പോലും അതെടുക്കാൻ വന്നില്ല. ടൈറ്റാനിക്കിനെ പോലും തള്ളിക്കേറ്റാൻ കെൽപ്പുള്ള സാധനം ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളത് സായിപ്പന്മാർക്കറിയില്ലല്ലോ.